ഡയബറ്റീസ് അഥവാ ഷുഗർ ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാതൊന്നും. സംഭവം ഈ റമദാൻ മാസം ഒരു പൊളിയാണ് അല്ലേ. എത്രങ്ങാനും വിഭവങ്ങളാ, സമൂസ, കട്ട്ലേറ്റ്, കായ്പോള, അങ്ങനെ എത്ര വിഭവങ്ങളാ. പക്ഷെ ഇതൊക്കെ കഴിക്കേണ്ടവരെ കഴിക്കാൻ പാടുള്ളൂ. അതായത് ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണ് നിങ്ങളെങ്കിൽ ഇത് കഴിക്കുന്നതിനൊന്ന് ലിമിറ്റ് ചെയ്യാം. പാടെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഒന്ന് എയർ ഫ്രയർ ചെയ്യുക. അതാവുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയർ ആണ്. ഇനി ഇതൊക്കെ എങ്ങനെ ഹെൽത്തിയർ ആക്കാം, ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ള രീതികൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ സമൂസ, കട്ട്ലേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എയർ ഫ്രൈ ചെയ്യാൻ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അതായത് മാംഗോ, ചിക്കു, അതേപോലെ തന്നെ കായ്പോള പോലത്തെ വിഭവങ്ങൾ. ബനാനയിൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, അതുകൊണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്യണത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ഫുഡ് എടുക്കാം? വാട്ടർമെലണ്, അതുപോലെ തന്നെ കുക്കുംബർ, ഇതൊക്കെ വളരെ വാട്ടറി കണ്ടന്റ് അടങ്ങിയതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈഡ്രേഷനും അതുപോലെ തന്നെ ബോഡിക്കും നല്ലതായിരിക്കും. അതേപോലെ തന്നെ കോയട പോലത്തെ വിഭവങ്ങളും സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസും. ഇത് ഭയങ്കര ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ഡൈജഷനും പ്രോപ്പർ ആക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ പ്രോട്ടീൻ ഉണ്ടാവും കോയടയിലൊക്കെ. അപ്പോൾ ഇതുപോലത്തെ നല്ല ഡയബറ്റീസിന് വേണ്ട വിഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡയബറ്റീസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്